തീർക്കാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ പറയുകയാണ് പെരുമ്പാവൂരിലെ അർബൻ സഹകരണ സംഘം. തിരിച്ചടവ് ആവശ്യപ്പെട്ട് നിരവധി പേർക്ക് ബാങ്ക് നോട്ടീസ് അയച്ചു. 7 വർഷം മുമ്പ് 20 ലക്ഷം രൂപ വായ്പയെടുത്തെന്നാണ് നോട്ടീസിലുള്ളത്. ഒരേ ഈട് വെച്ച് നിരവധി വായ്പകൾ എടുത്തെന്ന പരാതി ഉയർന്ന ബാങ്കിനെതിരെയാണ് വീണ്ടും ആരോപണം. എൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് വന്നു. അർബൻ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ ലോൺ എടുത്തായിട്ട് കാണിച്ച് 27 ലക്ഷത്തി ഏതാണ്ട് 30 ലക്ഷം രൂപ അടയ്ക്കണമെന്നും പറഞ്ഞാണ് നോട്ടീസ് വന്നത്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം എനിക്ക് മനസ്സായിട്ട് അറിവുള്ളതല്ല. ഞാൻ ഒരു ലോൺ എടുക്കുകയോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘവുമായി ഒരു ഇടപാട് പോലും നടത്താത്ത ലെനിന് 3 ദിവസം മുൻപാണ് വായ്പ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചത്. ഗീത അശോകൻ, ലിജു എന്നിവർക്കും സമാനമായ നോട്ടീസ് ലഭിച്ചു. എല്ലാവരും 2017 20 ലക്ഷം രൂപ വായ്പ എടുത്തുവെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പലിശയും പിഴപ്പലിശയും അടക്കം 30 ലക്ഷം രൂപയോളം തിരിച്ചടക്കണമെന്നാണ് നിർദ്ദേശം. നമുക്ക് വീട് പോലും ഇല്ലാത്തതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു കടലാസ് വന്ന് 20 ലക്ഷം രൂപയുടെ ഒക്കെ എടുത്ത് നമുക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ലോണിന് നമ്മൾ ബാങ്കിൽ ചെന്ന് നോക്കണം അറിയണമെങ്കിൽ. ജാമ്യക്കാർ വേണം. ആ ജാമ്യക്കാർ മാത്രം പോരാ. അവർ വല്ല പണിക്ക് പോയേക്കണേ അവിടെ നിന്ന് ആളെ വിളിച്ചിടുന്ന ഒപ്പിടിച്ചാലാണ് അവർ 5000 രൂപ ലോൺ തരുള്ളൂ. ഈ ബാങ്കിൽ നിന്ന് നമ്മൾ അറിയാതെ 20 ലക്ഷം കൊടുത്തേക്കാണ്. അതെന്തെങ്കിലും അതിനുള്ള നടപടി എടുക്കേണ്ട വരും. നോട്ടീസ് ലഭിച്ചവർ സർക്കിൾ സഹകരണ യൂണിയൻ രജിസ്ട്രാർ ഓഫീസിൽ ഹിയറിംഗിനെത്തി. മറ്റു പലരുടെയും സ്ഥലങ്ങൾ ഈടായി കാണിച്ചാണ് ഇവരുടെ എല്ലാം പേരിൽ വായ്പയെടുത്തിട്ടുള്ളത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് സഹകരണ സംഘത്തിനെതിരെ ഉയർന്ന പരാതി. സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിച്ചില്ലെന്ന പരാതിയുമായി അതിഥി തൊഴിലാളികളടക്കം നിരവധി പേർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. മുൻ ഭരണസമിതിയുടെ കാലത്ത് അനുവദിച്ച വായ്പകളാണെന്നും പരാതിയുള്ളവർക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നുമാണ് നിലവിലെ ഭരണസമിതിയുടെ വിശദീകരണം. 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സമഗ്ര അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ചെമ്പഴന്തിയിലും ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് ചെമ്പഴന്തിയിലുള്ളത്. ഓരോ പാർട്ടിക്കാരുടെയും നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ ചിലതെങ്കിലും ഇങ്ങനെ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. പൊതുവേ സഹകരണ സംഘങ്ങൾ വളരെ മാന്യമായി പ്രവർത്തിക്കുന്നവയാണ്. അവയുടെ പേര് കളയാൻ വേണ്ടി ചില സ്ഥാപനങ്ങൾ ഇറങ്ങിത്തിരിച്ച പിന്നെ എന്താ ചെയ്യാൻ കഴിയുക? പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്.